ഹായ് എവ്രി വൺ, വെൽക്കം ടു ന്യൂ വ്ളോഗ്. വ്ളോഗ് ചെയ്യുന്ന സമയത്ത് ക്യാമറ നീക്കി പിടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നീക്കി പിടിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുംല പാസിലാണ്. ബുംല പാസ് പലർക്കും അറിയായിരിക്കും, ഇൻഡോ ചൈന ബോർഡറാണ്. എൻ്റെ പുറകിൽ കാണുന്ന ആ മൗണ്ടെയ്ൻസ് എല്ലാം ചൈനയുടെ ഭാഗമാണ്. അറൗണ്ട് 15,200 ഫീറ്റ്. യെസ്, 15,200 ഫീറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മൾ 10,000 ഫീറ്റിലായിരുന്നു തവാങ്ങിൽ നിന്നുകൊണ്ടിരുന്നത്. ഓൾമോസ്റ്റ് 5,000 ഫീറ്റ് ക്ലൈംബ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ബുംല പാസിൽ വന്നിരിക്കുന്നത്. 15,000 ഫീറ്റിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ എയർ ഭയങ്കര തിന്നാണ്. AMS അടിക്കാനുള്ള ചാൻസസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ തവാങ്ങിൽ 2 ദിവസം സ്റ്റേ ചെയ്തിട്ട് വന്നതുകൊണ്ട് തന്നെ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാലും ഭയങ്കര തണുപ്പാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. -7 ഡിഗ്രിയാണ്. അതിൻ്റെ ഇടയിലാണ് നമ്മളിപ്പോൾ വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സമയം ഇന്ത്യൻ സമയം അല്ല ഇവിടെ കാണിക്കുന്നത്. ഇവിടെ കാണിക്കുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനീസ് ടൈമാണ്. ചൈനീസ് ടൈം ഒരു 4 മണിയൊക്കെയാണ് കാണിക്കുന്നത്. അതേസമയം ഇന്ത്യൻ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1:30 ഇപ്പോൾ കാണിക്കുന്ന ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ബുംല പാസിൻ്റെ ഉള്ളിൽ കയറി നമ്മൾ സോൾജിയേഴ്സിനോടൊക്കെ സംസാരിച്ചു. ഇൻഡോ ചൈന ബോർഡറിൽ പോയിട്ട് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പം ഈ ഒരു റൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു സുപ്രധാന റൂട്ടാണ്. ഇന്ത്യയും ചൈനയും കണക്ട് ചെയ്യുന്ന ഒരു റൂട്ടാണ്. ആ റൂട്ട് കയറിയാണ് നമ്മളിവിടെ ബുംല പാസ് വരെ എത്തിയേക്കുന്നത്. ഇതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് എൻട്രി ഇല്ല. ചൈനീസ് പീപ്പിളിനും ആ അറ്റം വരെ ഒന്നും വരാൻ പറ്റില്ല, അവർക്ക് ലോക്ക്ഡൗൺ. പക്ഷേ നമ്മൾ ചൈനീസ് സോൾജേഴ്സിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റി. അതൊന്നും നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല. എന്താണേലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇങ്ങോട്ട് ബൈക്ക് ഓടിച്ച് വരുമ്പോൾ ഓക്സിജൻ കുറവായതുകൊണ്ട് ബൈക്കിനും പവർ കുറവായിരിക്കും, നമുക്കും പവർ കുറവായിരിക്കും. എന്താണേലും ആ റൂട്ട് ഇപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങാൻ പോവാണ്. വിഷ്വൽ ഭംഗിയൊക്കെ കാണിച്ച് നമുക്ക് ബുംല പാസിൻ്റെ ചരിത്രവും ഈ വഴിയുടെ ചരിത്രങ്ങളിലൂടെയൊക്കെ നമുക്ക് ട്രാവൽ ചെയ്ത് ഒരു യാത്ര ചെയ്യാം. അപ്പോൾ തവാങ് സീരീസിൻ്റെ 4ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഒരുപാട് നാളത്തെ ആഗ്രഹം സാധിച്ചു. നമ്മളങ്ങനെ ബുംല പാസിലെത്തി. ഏകദേശം ഒരു 15,200 അടി ഉയരത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഭയങ്കര തണുപ്പാണ്. പിന്നെ നമുക്ക് ബോർഡറിൻ്റെ അടുത്ത്, ഇന്ത്യ ചൈന ബോർഡറിൻ്റെ അടുത്ത് പോകാൻ പറ്റി. നമുക്ക് ചൈനീസ് സോൾജേഴ്സിനെ കാണാൻ പറ്റി. അവർ നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. എന്തിനാണെന്നറിയത്തില്ല. പട്ടാളക്കാർ പറഞ്ഞത് അവർ നമ്മുടെ എന്തോ ഇത് മാനിപ്പുലേറ്റ് ചെയ്യുന്നൊക്കെയാണ് പറഞ്ഞത്. എന്തായാലും വൺസ് ഇൻ എ ലൈഫ് ടൈം ഒന്ന് വന്ന് കണ്ടിരിക്കേണ്ട സ്ഥലമാണിത്. എന്തായാലും എല്ലാവരും വരിക, ആസ്വദിക്കുക. എൻജോയ് ദ ബ്യൂട്ടി ആൻഡ് എവറിത്തിങ്. താങ്ക് യു സോ മച്ച്. 15,200 ഫീറ്റിലാണുള്ളത്. ഹൈ ആൾട്ടിറ്റ്യൂഡിലാണ്. AMS ഒക്കെ വരുമോ എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ ചൈനീസ് ബോർഡറിലേക്കൊക്കെ പോയി ചൈനീസ് പട്ടാളക്കാരെയൊക്കെ കാണാൻ പറ്റി. നമുക്ക് അങ്ങോട്ട് പോകാനൊന്നും പറ്റില്ല, പക്ഷേ നമുക്ക് അവരെ കാണാനൊക്കെ പറ്റി. വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷേ നമുക്ക് ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം ജീവിതത്തിൽ ഒരിക്കൽ വന്നതൊക്കെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. കാരണം വേറൊരു രാജ്യത്തിൻ്റെ ബോർഡറിൽ വരിക, ഇതൊക്കെ കാണാം. പിന്നെ നല്ല തണുപ്പാണ് ഇവിടെ. ഇപ്പോൾ സ്നോഫോളൊന്നും കിട്ടിയില്ല, പക്ഷേ അത്യാവശ്യം നല്ല തണുപ്പുള്ള ഒരു ടൈമിലാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ ഹെൽമെറ്റ് ഇട്ട് നിൽക്കുന്നത് കൂളിംഗ് ഗ്ലാസ് കൊണ്ടുവരാത്തതുകൊണ്ടാണ്. അത്യാവശ്യം നല്ല വെളിച്ചമുണ്ട്. ഗ്ലാസ് ഇല്ലെങ്കിൽ നമുക്ക് നേരെ കണ്ണുകൊണ്ട് നോക്കി നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഇവിടെ അത്യാവശ്യം തണുപ്പുള്ള സ്ഥലമാണ്, കാറ്റും ഉണ്ട്. അപ്പം മര്യാദക്കുള്ള വിൻ്റർ ഗിയർ ഇല്ലെങ്കിൽ ഇവിടെ വന്ന് കഴിഞ്ഞാൽ നിൽക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ ലൈഫിൽ ഇവിടെ വന്ന് അത്യാവശ്യം ഇവിടെ നമ്മുടെ സോൾജേഴ്സ്, നമ്മുടെ ബോർഡേഴ്സും കാര്യങ്ങളൊക്കെ എത്ര ഹാർഷ് എൻവയോൺമെൻറ്റിൽ നിന്നാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതെന്നുള്ളത് വന്ന് കാണേണ്ട ഒരു കാര്യമാണ്. ഇതൊരു വല്ലാത്ത ലാൻഡ്സ്കേപ്പാണ്. ഇപ്പോൾ തന്നെ ചെറിയ ടെമ്പറേച്ചർ ഉണ്ടായിട്ട് പോലും നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ സോൾജേഴ്സ് ഇവിടെ -20-25 ഡിഗ്രീസിലൊക്കെയാണ് നമ്മളെ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഇന്ത്യയാണ്, പക്ഷേ ഫോണിൽ ചൈനീസ് നെറ്റ്വർക്കാണ് വരുന്നത്. ഈ കാണുന്നതാണ് ബുംല പാസിലേക്കുള്ള വഴി. ഈ വഴി നമ്മൾ ട്രാവൽ ചെയ്തിട്ടാണ് ബുംല പാസിലേക്ക് നമ്മൾ എത്തിയത്. എന്താണെങ്കിലും നമ്മൾ ഈ വഴിയാണ് തിരിച്ചു പോകുന്നത്. ഈ വഴിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ദിസ് ഇസ് ആക്ച്വലി എ സിൽക്ക് റൂട്ട്. അത് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇൻഡോ ടിബറ്റ് ബിസിനസ് കാര്യങ്ങളെല്ലാം നടന്ന ഒരു വഴി കൂടിയാണിത്. അപ്പോൾ ഈ വഴിയുടെ ചരിത്രം, ഇവിടെ നടന്ന യുദ്ധങ്ങളെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ഞാൻ ബൈക്കിൽ കയറിയിരുന്നിട്ട് നിങ്ങളെ വണ്ടി യാത്ര ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. തവാങ്ങിലേക്ക് ആസാമിൽ നിന്ന് വരാൻ വേണ്ടിയും ഇൻ്റർലൈൻ പെർമിറ്റിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. നമ്മൾ 500 രൂപ കൊടുത്ത് 14 ദിവസത്തേക്കുള്ള പെർമിറ്റാണ് എടുത്തത്. അതുപോലെ തന്നെ നമുക്ക് തവാങ്ങിൽ നിന്ന് ബുംല പാസിലേക്ക് ഈ റൂട്ട് കയറാൻ നമ്മൾ സ്പെഷ്യൽ പെർമിറ്റ് നമ്മൾ എടുത്താൽ മാത്രമേ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. നമുക്ക് നമ്മുടെ പേഴ്സണൽ ബൈക്കിലും പേഴ്സണൽ കാറിലും ഒക്കെ നമുക്ക് ഈ റൂട്ട് വരാൻ പറ്റും. പെർമിറ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ തവാങ്ങിലുള്ള DC ഓഫീസിലാണ് പോകേണ്ടത്. അല്ലാണ്ട് ഈസി ആയിട്ട് എടുക്കണമെങ്കിൽ നിങ്ങൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് കുറേ ഏജൻസികളുണ്ട്. അവരുടെ അടുത്ത് പൈസ കൊടുത്താലും നിങ്ങൾക്ക് പെർമിറ്റ് എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഡയറക്റ്റ് DC ഓഫീസൊക്കെ പോയി ക്യൂ നിന്ന് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇവരുടെ ഏജൻസി വഴി എടുക്കാം. ഏജൻസി വഴി എടുക്കുമ്പോൾ ഓൾമോസ്റ്റ് 500 റുപ്പീസ് വരും. നമ്മളിങ്ങനെയാണ് എടുക്കുമ്പോൾ ഓൾമോസ്റ്റ് 200 റുപ്പീസാണ് വരുന്നത്. നമ്മളിപ്പോൾ ടോട്ടൽ 5 പേരുണ്ടല്ലോ, 5 പേർക്ക് 2,500 രൂപ കൊടുക്കുന്നതിന് പകരം 1000 രൂപയിൽ സെറ്റ് ആകുമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എടുത്തത്. നമുക്ക് സമയമുണ്ടായിരുന്നു.
തവാങ്ങിൽ നമ്മൾ ഒരു ദിവസം നിന്നിട്ടാണ് നമ്മൾ ബുംല പാസ് കയറി വന്നത്. ഏറ്റവും നല്ലത് നമ്മൾ തവാങ്ങിൽ 2-1 ദിവസം നിന്ന് അക്ലമറ്റൈസ് ചെയ്തിട്ട് ബുംല പാസ് കയറുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ 10,000 ഫീറ്റിൽ നിന്ന് 15,000 ഫീറ്റിലേക്ക് വരുമ്പം AMS അടിക്കാനും ഓക്സിജൻ കിട്ടാത്തതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നേരിടും. നമ്മൾ താഴെ കയറുന്ന സ്ഥലത്ത് തന്നെ അവർ എഴുതി വെച്ചിട്ടുണ്ട്, ഹാർട്ട് പേഷ്യൻസ്, ഹൈ BP ഉള്ള പേഷ്യൻസ് ഒന്നും ഇങ്ങോട്ട് കയറണ്ട, ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർക്ക് ബുദ്ധിമുട്ടാവും എന്നുള്ള രീതിയിൽ താഴെ തന്നെ അവർ പറയുന്നുമുണ്ട്. എന്താണെങ്കിലും നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. ഫുൾ മഞ്ഞ് മലകളാണ്. ഇതുപോലല്ല മഞ്ഞുള്ളത്, ഇപ്പം മഞ്ഞ് കുറവാണ്. മഞ്ഞുള്ള സമയത്ത് ഭയങ്കര എക്സ്പീരിയൻസ് ആണ് ഇതുവഴി വരാനായിട്ട്. ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞ് സ്നോ പെയ്യുന്ന സീസണാണ്. പക്ഷേ എന്തോ സ്നോ പെയ്തില്ല, നമുക്ക് ഭാഗ്യമില്ല. ഭയങ്കര രസമുള്ളൊരു റൂട്ട് എക്സ്പീരിയൻസ് ആണ് ഇത്. നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോഗീന്ദർ സിംഗ് മെമ്മോറിയലിൻ്റെ മുമ്പിലാണ്. ബുംല പാസിലേക്ക് പോണ വഴിയാണ് ജോഗീന്ദർ സിംഗ് മെമ്മോറിയൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഈ ജോഗീന്ദർ സിംഗ് മെമ്മോറിയൽ എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ജോഗീന്ദർ സിംഗ് ആരാ എന്ന് ആദ്യം അറിയണം. പലർക്കും അറിയായിരിക്കും, 1962 ഇൻഡോ ചൈന വാർ നടക്കുന്നുണ്ടായിരുന്നു. വാർ നടന്നത് ഈ ബുംല പാസ് പിടിക്കാൻ വേണ്ടിയായിരുന്നു. ആ സമയത്ത് 600ഓളം സോൾജിയേഴ്സ് ചൈന സൈഡിൽ നിന്ന് വന്നിട്ട് ഇവിടെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ തിരിച്ച് അറ്റാക്ക് ചെയ്തത് 20 സോൾജിയേഴ്സ് ആയിരുന്നു. ആ 20 സോൾജിയേഴ്സിന് നേതൃത്വം കൊടുത്തത് ജോഗീന്ദർ സിംഗ് ആയിരുന്നു. ആ ഒരു നേതൃത്വം ഉള്ളതുകൊണ്ടാണ് നമുക്കിപ്പോഴും ബുംല പാസ് നമ്മുടെ കയ്യിൽ ഇപ്പോഴും ഉള്ളത്. 20 പേരാണ് 600 ചൈനീസ് മിലിറ്ററി ആയിട്ട് യുദ്ധം ചെയ്തത്. കുറേ കഴിഞ്ഞപ്പം 3-4 ദിവസത്തെ യുദ്ധമായിരുന്നു. അതിനകത്ത് കുറേ കഴിഞ്ഞപ്പോൾ ഇവരുടെ ആംസ് എല്ലാം നഷ്ടപ്പെട്ടിട്ട് ഹാൻഡ് ടു ഹാൻഡ് കോമ്പാറ്റ് ആണ് നടത്തി നമ്മുടെ രാജ്യം തിരിച്ചു പിടിച്ചത്. അതിനുശേഷം പുള്ളിയെ ചൈനീസുകാർ പിടിക്കുക, അതിനുശേഷം പുള്ളി മരണപ്പെടുകയും ചെയ്തു. മരണപ്പെട്ടെങ്കിലും പുള്ളിയുടെ ബ്രേവറി ചൈനീസുകാർ തന്നെ മനസ്സിലാക്കിയിട്ട് പുള്ളിയുടെ ബോഡി അതേപോലെ തിരിച്ച് ഇന്ത്യൻ ആർമിക്ക് കൊടുത്തു. അത് അങ്ങനെ നടക്കുന്നത് ഭയങ്കര റെയർ കേസാണ്. പുള്ളിയുടെ ബ്രേവറി ചൈനീസ് ആർമി വരെ അക്സെപ്റ്റ് ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ടാണ് അത് തിരിച്ചു കൊടുത്തത്. പുള്ളിയുടെ ആദര സൂചകമായിട്ടാണ് സബ് ജോഗീന്ദർ സിംഗ് PVC മെമ്മോറിയൽ ഇവിടെ ഇന്ത്യൻ ആർമി കൊണ്ടുവന്നേക്കുന്നത്. ആ ഒരു വാറിന് ശേഷം ഈ ബുംല പാസ് ഓൾമോസ്റ്റ് 40 കൊല്ലത്തോളം ക്ലോസ്ഡ് ആയിരുന്നു. പണ്ട് ഇതൊരു ഏൻഷ്യൻ സിൽക്ക് റൂട്ടായിരുന്നു. അത് 40 കൊല്ലത്തോളം ക്ലോസ്ഡ് ആയിരുന്നു. ഇപ്പോഴും ഇത് സിൽക്ക് റൂട്ട് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം നമുക്ക് അവിടം വരെ പോകാൻ കഴിയുമെന്ന് മാത്രമേ ഉള്ളൂ. 2006 വീണ്ടും ബുംല പാസ് ഇതുപോലെ ഓപ്പൺ ചെയ്ത് ടൂറിസ്റ്റിനൊക്കെ ഇങ്ങനെ ചെന്ന് ചരിത്രമൊക്കെ മനസ്സിലാക്കി പഠിക്കാൻ കഴിയുന്നത്. എന്താണെങ്കിലും നിങ്ങൾ ഈ റൂട്ട് വരുമ്പം ഈ മെമ്മോറിയലിൽ കയറാൻ ഒരിക്കലും മറക്കണ്ട. സൈഡ് മുഴുവൻ ഐസാണ്, കണ്ട ഈ സൈഡ് മുഴുവൻ ഐസാണ്. ടെമ്പറേച്ചറൊക്കെ ഇവിടെ ഭയങ്കര കുറവാണ്. ഇവിടെയൊക്കെ ബ്ലാക്ക് ഐസ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ ഈ റൂട്ട് ഒരു രക്ഷയില്ലാത്ത റൂട്ട് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നിങ്ങൾ എന്താണേലും തവാങ്ങൊക്കെ വരുമ്പോൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു റൂട്ടാണിത്. ഇവിടെ എല്ലാം ബ്ലാക്ക് ഐസ് ആവാനുള്ള ചാൻസസ് ഞാൻ കാണുന്നുണ്ട്. ഈ ഹിസ്റ്ററിക്കൊക്കെ അപ്പുറം ഈ റൂട്ട് ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇതുവഴി വണ്ടി ഓടിക്കുക എന്ന് പറയുന്നത്. ഓൾട്ടിറ്റ്യൂഡ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും അക്ലമറ്റൈസ് ചെയ്തില്ലെങ്കിൽ. പക്ഷേ അക്ലമറ്റൈസ് ഒക്കെ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നല്ല രസമാണ് ഇതുവഴി വണ്ടി ഓടിക്കാനായിട്ട്. ബ്ലാക്ക് ഐസ് ശ്രദ്ധിക്കണം കേട്ടോ. ഒരു ഫ്രോസൺ ലേക്കാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. ഈ ഫ്രോസൺ ലേക്കിലൊന്നും ആരും വലിഞ്ഞ് കയറാതിരിക്കാൻ നോക്കാം ഇതുവഴി വരുമ്പോൾ. ഭയങ്കര കെയർഫുള്ളായിട്ട് ഓടിക്കണം അതുവഴി. ബ്ലാക്ക് ഐസ് കൂടുതലായിട്ടുണ്ട്. ഈ സൈഡിലൊക്കെ ബ്ലാക്ക് ഐസാണ്. നമ്മൾ കയറി കഴിയുമ്പോഴേ നമ്മൾ വീഴുന്ന അറിയുള്ളൂ. എന്താ രസം. നമ്മൾ നേരെ ഒരു വൈ ജംഗ്ഷനിലാണ് എത്തുന്നത്. വൈ ജംഗ്ഷനിൽ നിന്ന് നമുക്ക് റൈറ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിനി മറ്റേ മാധുരി ലേക്കിലേക്ക് പോകാൻ പറ്റും. പക്ഷേ സമയം ഇത്ര ആയതുകൊണ്ട് ഇനി മാധുരിയിലേക്ക് പോകാൻ ചാൻസ് ഇല്ല. അടുത്ത ദിവസം മാധുരിയിലേക്ക് പിടിക്കാം എന്നുള്ള പ്ലാനിലാണ് ഇപ്പോൾ ഉള്ളത്.
വണ്ടി സെക്കൻഡ് ഗിയറിലായിട്ടാണ് കയറുന്നത്. കാരണം ഓക്സിജൻ ലെവൽ ഭയങ്കര കുറവാണ് ഇവിടെ. അതുകൊണ്ട് നമുക്ക് പതുക്കെ ഓടിച്ച് പോകാൻ പറ്റുള്ളൂ. ഐസ് ഇങ്ങനെ കട്ടയായിട്ട് നിൽക്കുകയാണ് ഇവിടെ. കെയർഫുള്ളായിട്ട് ഓടിക്കണം ഇവിടെ വണ്ടി. അങ്ങനെ നമ്മൾ ചൈന ബോർഡർ വരെ പോയിട്ട് തിരിച്ച് നമ്മുടെ തവാങ്ങിലുള്ള റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡ് വെയിലാണ്. ഇത്ര നേരം വെയിലില്ലായിരുന്നു, ഇപ്പോൾ വെയിൽ കയറി. വെയിൽ വരുമ്പോൾ ഒന്നും കാണാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് വെയിലാണുള്ളത്. നമുക്കെന്തോ സ്നോഫോൾ കിട്ടിയില്ല ഇത്തവണ. സാധാരണ ഈ സമയത്തൊക്കെ ഭയങ്കര സ്നോഫോളാണ് എന്നാണ് ഇവിടെയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞത്. പക്ഷെ നമുക്ക് ഭാഗ്യമില്ല, സ്നോഫോൾ കിട്ടിയില്ല. ഇനി നമ്മളെന്തായാലും കപ്പിൾ ഓഫ് ഡേയ്സ് ഇവിടെ ഉണ്ട്. എന്നാലും എനിക്ക് തോന്നുന്നില്ല സ്നോഫോൾ കിട്ടുമെന്നുള്ളത്. എന്താ ലാൻഡ്സ്കേപ്പ് ഇട്ട, എന്താ വ്യൂ നോക്കിക്കുക, എന്താ രസം കാണാനായിട്ട്, എന്താ വൈബ്. ഓ മാൻ, ലേക്കൊക്കെ കണ്ട ഫ്രോസായിട്ടാണ് ലേക്കൊക്കെ കിടക്കുന്നത്. ബ്യൂട്ടിഫുൾ വഴിയാണ് കേട്ടോ. നിങ്ങൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഈ സ്നോയും ഒന്നും ഇല്ലെങ്കിൽ പോലും ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. സ്നോഫോളൊക്കെ പ്രതീക്ഷിച്ചാണ് വന്നത്, പക്ഷേ സ്നോഫോളിൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ലല്ലോ. എന്താ ഭംഗിയല്ലേ, എന്താ വ്യൂ. എൻജോയ് ചെയ്തിങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കാം. കെയർഫുൾ ആയിരിക്കണം കേട്ടോ ഓടിക്കുന്ന സമയത്ത്. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ഇവിടുത്തെ ടെറൈൻ. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ലോ ഗിയറിൽ വണ്ടി ഓടിക്കുന്നതാണ് ഇവിടെ നല്ലത്. പെട്ടെന്നായിരിക്കും നമ്മൾ ഐസിൽ കയറുന്നത്. ഈ വെയിലില്ലാത്ത സ്ഥലത്താണ് ബ്ലാക്ക് ഐസ് കാണാൻ കൂടുതൽ ചാൻസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഗിയറിൽ ഇങ്ങനെ പതുക്കെ സമാധാനത്തിൽ ഇറക്കിയാൽ മതി. ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നമുക്കത് മനസ്സിലാവുന്നത് ബ്ലാക്ക് ഐസ് ആണെന്ന്. കൂടുതൽ ഈ ബ്ലാക്ക് ഐസ് കാണുന്നതെന്ന് പറഞ്ഞാൽ മൗണ്ടെയിൻ ഷാഡോസിലാണ്. അവിടെ വെയിലെത്തൂലല്ലോ, അപ്പോൾ ഇങ്ങനെ ഐസ് ഇങ്ങനെ ഫോം ചെയ്ത് കിടക്കും. ഇനി നമ്മുടെ അങ്ങോട്ടുള്ള പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേയ്സ് മാധുരിയിലേക്ക് പോകും. അവിടുന്ന് സെമിത്താങ് പിടിക്കാനാണ് പ്ലാൻ. സെമിത്താങ് പിടിച്ചിട്ട് സെമിത്താങ് നേരെ തിരിച്ച് തവാങ് വരും. തവാങ്ങിന്ന് ജാങ്ങിൽ സ്റ്റേ എടുത്തിട്ട് ഗൊങ്കർണ ലേക്ക് എന്ന് പറഞ്ഞൊരു ഓഫ് റോഡ് റൂട്ട് ഉണ്ട്, അത് പിടിക്കാൻ പ്ലാൻ ഉണ്ട്. പിന്നെ എന്തോ മാവോ റൂട്ട് എന്ന് പറഞ്ഞൊരു ബ്യൂട്ടിഫുൾ റൂട്ട് നമ്മളിങ്ങനെ റീൽസിലൊക്കെ കണ്ട്. അപ്പോൾ അതെല്ലാം പിടിച്ചിട്ട് തിരിച്ച് സെലാപാസ് വഴി ഗുവാഹട്ടി ഇറങ്ങിയിട്ട് വണ്ടി സേഫ് എക്സ്പ്രസ്സിൽ അയക്കാതെ നേരെ നാട്ടിലേക്ക് ബൈക്ക് ഓടിച്ച് പോയാലോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. ഒന്നും ഡിസൈഡ് ചെയ്തിട്ടില്ല, സമയം പോലെ പ്ലാൻ ചെയ്യും.